വെള്ളിയാഴ്ച പുറത്തുവന്ന ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ 3 ലക്ഷത്തിലധികം ആളുകൾ കണ്ട ആ ദൃശ്യങ്ങൾ. ആ വീഡിയോ കാരണം ഒരു മനുഷ്യൻ ജീവനൊടുക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ചിലൊരു പിടപ്പ് വീഴും. സോഷ്യൽ മീഡിയ ലോകം ഒരു ഡീപ്പ് ഫേക്ക് പോലെ ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യം കണ്ട് ഉണർന്നിരിക്കുന്നു. കോഴിക്കോട് ഗോവിന്ദപുരം വളയനാട് കാവിന് സമീപം താമസിക്കുന്ന ദീപക് എന്ന യുവാവിന്റെ അകാല മരണം മലയാളക്കരയെ കണ്ണീരിലാഴ്ത്തുകയാണ്. ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ഒരു മനുഷ്യന്റെ ജീവനെടുക്കാൻ മാത്രം ശക്തമാണോ എന്ന ചോദ്യം മുഴങ്ങുന്നുണ്ട്. എന്നാൽ അത് സത്യമാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അത്രയധികം മാനസിക പ്രയാസം അനുഭവിച്ച ആ യുവാവ് പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ബസ്സിനുള്ളിൽ താൻ ലൈംഗിക അതിക്രമം കാണിച്ചിട്ടില്ല എന്ന ഉറപ്പിച്ച് തന്നെയാണ് ആ യുവാവ് സുഹൃത്തുക്കളോട് പറഞ്ഞത്. ബസ്സിനുള്ളിൽ താൻ ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് ചിത്രീകരിച്ചുകൊണ്ട് യുവതി വീഡിയോ പങ്കുവയ്ക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവാവ് ജീവനൊടുക്കിയത്. അതിനുശേഷം യുവതി രണ്ടാമത്തെ വീഡിയോ പങ്കുവച്ച് ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ആ ന്യായീകരണം മറ്റൊന്നുമല്ല, ആദ്യത്തെ വീഡിയോയ്ക്ക് തന്നെ യുവതിക്കെതിരെ കടുത്ത വിമർശനമായിരുന്നു ഉണ്ടായത്. അതിന് പിന്നാലെയാണ് പിന്നീട് ഇത്തരത്തിൽ ന്യായീകരണ വീഡിയോയുമായി രംഗത്ത് വന്നത്. അതിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ബസ്സിൽ തനിക്കെതിരെയുണ്ടായ പെരുമാറ്റം ഗുരുതരമായ മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമെന്നാണ് ഷിംജിത വീഡിയോയിൽ പറഞ്ഞത്. അറിയാതെ സ്പർശിക്കുന്നതല്ലെന്നും തെറ്റിദ്ധാരണ അല്ലെന്നുമാണ് ഷിംജിതയുടെ വാദം. ഗുരുതരമായ മാനസിക വൈകല്യവും ലൈംഗിക കുറ്റകൃത്യവുമാണ് ബസ്സിൽ വച്ചുണ്ടായത്, ഷിംജിത വീഡിയോയിൽ പറഞ്ഞു. കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ആർക്കാണ് അവകാശമെന്നും കുറ്റാരോപിതന് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലെന്നും ഷിംജിത പറഞ്ഞിരുന്നു. സമൂഹവും കുടുംബവും ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളെ മനസ്സിലാക്കി തിരുത്തണമെന്നും ഷിംജിത വീഡിയോയിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എന്തായാലും സംഭവങ്ങളുടെ ചുരുളഴിയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിലേക്കുള്ള ഒരു ബസ് യാത്രക്കിടയിൽ ദീപക് തന്നോട് അപമര്യാദയായി പെരുമാറി എന്നാരോപിച്ച് ഷിംജിത എന്ന യുവതി വടകര പോലീസിൽ പരാതി നൽകി. അതോടൊപ്പം തന്നെ ഈ ആരോപണങ്ങൾക്ക് തെളിവായി ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിടുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം ആ വീഡിയോ സൈബർ ലോകത്ത് തീവ്രവേഗതയിൽ പടർന്നു പിടിച്ചു. 3 ലക്ഷത്തിലധികം കാഴ്ചക്കാരെ നേടി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ശ്രദ്ധയും സെലിബ്രിറ്റി സ്റ്റാറ്റസും പോലെ ദീപക്കിന് മേൽ ഒരു കുറ്റാരോപണത്തിന്റെ വൈറൽ തരംഗം ആഞ്ഞുവീശി. ഓരോ ഷെയറും കമന്റും ദീപക്കിന്റെ ജീവിതത്തിലേക്ക് ഒരു കല്ലെറിയുന്ന പോലെയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ വേദനയോടെ പറയുന്നത്. മാനസികമായി തകർന്നടിഞ്ഞ ദീപക് ഈ സൈബർ ആക്രമണത്തിന്റെ ഭാരം താങ്ങാനാവാതെ 18-ന് രാവിലെ ജീവനൊടുക്കി. പതിവ് പോലെ രാവിലെ എഴുന്നേൽക്കാത്ത ദീപക്കിന്റെ മുറിയുടെ വാതിലിൽ മാതാപിതാക്കൾ ഏറെ നേരം മുട്ടിവിളിച്ചു. പ്രതികരണമില്ലാതെ വന്നതോടെ പരിസരവാസികളും ഓടിയെത്തി. പിന്നീട് പോലീസ് സ്ഥലത്തെത്തി വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് ആ നടുക്കുന്ന കാഴ്ച കണ്ടത്. ദീപക് തൂങ്ങി മരിച്ച നിലയിൽ. ദീപകിന്റെ മരണത്തോടെ ബന്ധുക്കളും നാട്ടുകാരും വലിയ പ്രതിഷേധത്തിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഇങ്ങനെയൊരു കടുംകൈ ചെയ്തത് ഈ വൈറൽ വീഡിയോ കാരണമുണ്ടായ മാനസിക സംഘർഷം കൊണ്ടാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിനെ തുടർന്ന് ദീപകിന്റെ ബന്ധുക്കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ ഷിംജിതയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ യാതൊരു നടപടിയും പോലീസ് എടുത്തിട്ടില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ ഷിംജിതയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഷിംജിത തന്റെ ഭാഗം വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്. ബസ്സിൽ തനിക്കെതിരെയുണ്ടായ പെരുമാറ്റം കേവലം അറിയാതെ സംഭവിച്ചതല്ല എന്നാണ് ഷിംജിത പറഞ്ഞത്. മാത്രമല്ല, താൻ പരാതി നൽകിയെന്നും പറയുന്നുണ്ട്. പക്ഷേ പരാതി കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്.